എറണാകുളത്ത് പോയിട്ട് ഞാൻ എൻ്റെ വീട്ടിലേക്കാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അമ്മയും അനിയനും കൂടി എവിടെയോ പരിപാടിക്ക് പോകാനായിട്ട് റെഡിയായി നിൽക്കണമായിരുന്നു. ഞങ്ങൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോഴേക്കും അമ്മ ചിക്കനൊക്കെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പച്ചക്കറി എന്തെങ്കിലും വെക്കാൻ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ പോയി നോക്കിയപ്പോൾ ക്യാരറ്റും ബീൻസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്കത് രണ്ടും വേണ്ടാത്ത കാരണം ഞാൻ മുറ്റത്തോട്ട് വഴുതനങ്ങ ആട്ട പറിച്ചിട്ടുണ്ടായിരുന്നത്. എനിക്ക് വഴുതനങ്ങ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് പറിച്ച് കറി വെക്കാൻ പോവാണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ ഉണ്ടമുളക് കാന്താരി മുളകൊക്കെ നിറയെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ പൈപ്പ് ലൈൻ വഴിയാട്ടോ ഗ്യാസ് വരുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ഗ്യാസ് തീരണ പ്രശ്നമൊന്നുമില്ല, ഗ്യാസ് ബുക്ക് ചെയ്യേണ്ട കാര്യമില്ല. അങ്ങനെ ഞാൻ കറിയൊക്കെ വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ചേട്ടൻ പറയുന്നുണ്ട് ചേട്ടന് വഴുതനങ്ങയൊന്നും വേണ്ട, ഒരു കച്ചമ്പറ ഉണ്ടാക്കി തരാനായിട്ട്. പിന്നെ ഞാൻ വഴുതനങ്ങ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഒരു കച്ചമ്പറ ഉണ്ടാക്കാനായിട്ട് തക്കാളി എടുത്തിട്ടുണ്ടായിരുന്നു. ഈ തക്കാളിയൊക്കെ ഇവിടെ തന്നെ ഉണ്ടായതാണ് കേട്ടോ. തക്കാളി മാത്രമല്ല, കൊത്തവരക്കയുണ്ട്, ബീൻസ് ഉണ്ട്, വെണ്ടയ്ക്കയുണ്ട്, അങ്ങനെ കുറച്ച് പച്ചക്കറിയൊക്കെ എൻ്റെ വീട്ടിലുണ്ട് കേട്ടോ. എൻ്റെ അപ്പയ്ക്കാണെങ്കിൽ ഇങ്ങനെ കൃഷിയൊക്കെ ചെയ്യണത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. പിന്നെ ഞാൻ കറിയൊക്കെ വെച്ച് അതൊക്കെ കൂട്ടി ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നേ. ഞങ്ങളുടെ വീടിൻ്റെ ചുറ്റും ഓരോ സാധനങ്ങൾ ഇങ്ങനെ നട്ടു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്താണെങ്കിൽ പാമ്പിൻ്റെ ശല്യം ഉണ്ട് കേട്ടോ. 2 പാമ്പിനെ ഇവിടുന്ന് കിട്ടിയെന്ന് അമ്മ പറയുന്നുണ്ടായിരുന്നു. അതുകൊണ്ട്